وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم. എല്ലാ അമ്പിയാക്കളും 39-ാമത്തെ വരിയിൽ പറയാണ്, എല്ലാ അമ്പിയാക്കളും അല്ലാഹുവിന്റെ തിരുദൂതരിൽ നിന്നും പകർന്നെടുത്തവരാണ്. ഗർഫം മിനൽ ബഹരി, വിശാലമായ സമുദ്രത്തിന്റെ ഒരു കോരലാണ് അമ്പിയാക്കളെല്ലാം. അവിടത്ത് നിന്നും പകർന്നതാണ്, അള്ളാന്റെ തിരുദൂതരിൽ നിന്നും ലഭിച്ചവരാണ്. അവർക്ക് വലിയ സമുദ്രമാണ് മുത്തുനബി. ആ സമുദ്രത്തിലെ ഒരു കോരലാണ് എല്ലാ അമ്പിയാക്കൾക്കും കൂടി ലഭിച്ചത്. അല്ലെങ്കിൽ പേമാരിയിൽ നിന്നുള്ള ഒരു ഇറിഞ്ചൽ മാത്രമേ, അല്ലെങ്കിൽ ഓരോ വായ കൊണ്ടുള്ള ഒരു മുറുക്ക് മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. മുത്തുനബിയുടെ സമുദ്രത്തിൽ നിന്നും അവർക്ക് ലഭിച്ചത് മുഴുവനും മുത്തുനബിയിൽ നിന്നാണ്. وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. അമ്പിയാക്കൾ അവരുടെ മുത്തുനബിയുടെ അരികിൽ അവർക്ക് നിശ്ചയിച്ച അതിർത്തിയിലേ അവർ നിൽക്കുകയുള്ളൂ. മിൻ നുഖ്തത്തിൽ ഇൽമി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവിശാലമായ വിജ്ഞാനത്തിന്റെ ഒരു ബിന്ദുവിൽ നിന്നും മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. ഔ മിൻ ശക്ലത്തിൽ ഹികമി, അവിടുത്തെ തത്വജ്ഞാനങ്ങളിൽ നിന്നുള്ള ഒരു അംശം മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. ബുർദയുടെ 41-ാമത്തെ വരിയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആന്തരികമായും വാക്യരൂപവും സമ്പൂർണരായവരാണ്, തികഞ്ഞവരാണ്. ثم اصطفاه حبيبا بارئ النسم, സൃഷ്ടികളെ സൃഷ്ടിച്ചവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടക്കനിയായി തെരഞ്ഞെടുത്തു. മുനസ്സഹുൻ അൻ ശരീ, അല്ലാഹുവിന്റെ ഹബീബായി തെരഞ്ഞെടുത്തു. അവിടുന്ന് ആന്തരികമായും വാക്യമായും സമ്പൂർണരാണ്. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീ അവിടുത്തെ മഹത്വങ്ങളിൽ ഗുണഗണങ്ങളിൽ ഒരു പങ്കാളിയുമില്ല. പങ്കാളിയെ തൊട്ട് അവിടുന്ന് പരിശുദ്ധരാണ്. അവിടുത്തെ പോലെ മറ്റൊരു പങ്കാളി അവിടത്തേക്കില്ല. അവിടുന്ന് ഒറ്റക്ക് സമ്പൂർണതയിൽ ഒറ്റക്കാണ്. ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി, അവിടുത്തെ നന്മയിലും ഗുണഗണങ്ങളിലും അവിടുത്തെ ഭംഗിയിലും അവിടുത്തെ സൗന്ദര്യത്തിലും അവിടുത്തെ മൂലധാതു അഭേദ്യമാണ്. അത് ഓഹരി ചെയ്യപ്പെടുകയില്ല. ഭേദിക്കപ്പെടാൻ സാധ്യമല്ലാത്ത നിലക്കുള്ളവരാണ്. അവിടുത്തെ ഭംഗി ഭേദിക്കപ്പെടുകയില്ല, ഓഹരി വെക്കപ്പെട്ടിട്ടില്ല. അവിടത്തേക്ക് ഒറ്റക്ക് എല്ലാം സമ്പൂർണമായി കിടക്കുകയാണ്. നസ്വാറാക്കൾ അവരുടെ പ്രവാചകരിൽ വാദിച്ച വാദങ്ങൾ, നസ്വാറാക്കൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി ദൈവമാണെന്ന് വാദിച്ചു. അത്തരം വാദങ്ങളൊക്കെ നീ നബിതങ്ങളെ തൊട്ട് ഒഴിവാക്കിക്കോ, അതൊന്നും പറയണ്ട. നീ ഉദ്ദേശിച്ച എന്ത് മഹത്വങ്ങളുണ്ടോ അതെല്ലാം മുത്തുനബിക്ക് നീ വിധിച്ചോ. എന്ത് പറഞ്ഞാൽ അത് മുത്തുനബിക്ക് മഹത്വമുള്ള എന്ത് പറഞ്ഞാലും അത് മുത്തുനബിക്കുള്ളത് തന്നെയാണ്. വഹ്തകിമീ, നീ സൂക്ഷിച്ചോ. ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി തുടരുകയാണ്. വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി
وانسب إلى قدره ما شئت من علم 44-ാമത്തെ വരി. നീ അവിടത്തെ തിരുദാത്തിലേക്ക് നീ എന്ത് ഉദ്ദേശിച്ച മഹത്വങ്ങളും ചേർത്തിക്കോ. തിരുദാത്തിലേക്ക് എന്ത് മഹത്വം ചേർത്താലും അതൊന്നും വലിയതല്ല. വൻസുബ ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി, മഹത്വത്തിനാൽ നീ ഉദ്ദേശിച്ച എന്തും അവിടുത്തെ മഹാത്മത്തിലേക്ക് നീ ചേർത്തിക്കോ. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുദൂതരുടെ ശ്രേഷ്ഠത അതിനൊരു അതിർത്തിയുമില്ല. فيعرب عنه ناطق بفمي, ഒരു വായ കൊണ്ടും അത് പറഞ്ഞു തീർക്കാൻ സാധ്യവുമല്ല. ലൗ നാസബത് ഖദ്റഹു ആയാതുഹു ഇളമാ അഹിയ ഇസ്മുഹു ഹീന യുദ്ആ ദാരിസൽ ഇമമി. 46-ാമത്തെ വരിയിൽ പറയുന്നു, വലുപ്പത്തില് അവിടുത്തെ നിലവാരത്തിനോട് ഒത്തതായ അമാനസിക സിദ്ധികൾ അത്ഭുതങ്ങൾ അവിടത്തേക്ക് നൽകപ്പെട്ടിരുന്നെങ്കിൽ ലൗനാസബത്ത് ഖദ്റഹു ആയാതുഹു ഇളമാ, അവിടത്തേക്ക് ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും അവിടത്തെ ഖദ്റിനോട് യോജിച്ചതാണ് നൽകപ്പെട്ടതെങ്കിൽ അഹിയസ്മുഹു ഹീന യുദ്ആ ദാരിസൽ ഇമമി, ജീർണിച്ച അസ്ഥികൾക്ക് അവിടുത്തെ നാമം ഉച്ചരിക്കുമ്പോൾ അത് ജീവൻ നൽകുമായിരുന്നു. അഹിയസ്മുഹു, അവിടുത്തെ നാമം ജീവൻ നൽകുമായിരുന്നു. ഹീന യുദ്ആ, നാമം ഉച്ചരിക്കുമ്പോൾ, ദാരിസൽ ഇമമി, ജീർണിച്ച അസ്ഥികൾക്ക്. പക്ഷേ അവിടുത്തെ ആ വലിയ ഉന്നത സ്ഥാനത്തോട് യോജിച്ച, മഹത്വങ്ങളോട് യോജിച്ച അത്ഭുതങ്ങൾ അവിടത്തേക്ക് അല്ലാഹു നൽകിയിട്ടില്ല. അത്രയും വലിയ സ്ഥാനമാണ് അവിടത്തേക്കുള്ളത്.